നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി. നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്നുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ജേക്കബ് സുപരിചിതനാണ്. എങ്കിൽ പോലും നമ്മുടെ വീഡിയോയിലൂടെ കുറേ പേർക്ക് എന്താണ് പ്രകൃതി ജീവനം അല്ലെങ്കിൽ പ്രകൃതി ചികിത്സ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ വീഡിയോ, അത് നമ്മൾ തൃശ്ശൂർ പട്ടിക്കാടുള്ള ജേക്കബിൻ്റെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് ചെയ്ത വീഡിയോയാണ്. പക്ഷേ അതിൻ്റെ താഴെ കുറേ സംശയങ്ങൾ, കുറേ ആശങ്കകൾ, അതുപോലെ കുറേ കളിയാക്കലുകൾ എല്ലാം വരുമല്ലോ. തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ പലർക്കും തമാശക്കളിയാണെന്ന് തോന്നും. അങ്ങനെയുള്ള കുറേ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് തീരുമാനിച്ചു അത്തരത്തിലുള്ള കമൻറ്റുകൾക്ക് ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യണം എന്ന് നമ്മളന്ന് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലാണ്. അതിൻ്റെ പേരാണ് നിങ്ങളുടെ കാണുന്നത്, നേച്ചർ ലൈഫ്. ഇത് സിവിൽ സ്റ്റേഷൻ അല്ലേ? സിവിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ചികിത്സാ കേന്ദ്രമുള്ളത്. അപ്പോൾ അന്നത്തെ ആ വീഡിയോയുടെ താഴെ വന്ന കുറേ സംശയങ്ങൾ, കൂടാതെ എനിക്കുണ്ടായ കുറച്ച് സംശയങ്ങൾ, ഇതൊക്കെ ചോദിക്കാനാണ് നിൽക്കുന്നത്. എന്തായാലും ആ വീഡിയോയ്ക്ക് ശേഷം മറ്റൊരു കാര്യം ഉണ്ടായത്, എൻ്റെ മദറിലോയും അവിടെ പട്ടിക്കാട് ചികിത്സയ്ക്ക് പോയിരുന്നു. അത് കുറേ അസുഖങ്ങളൊക്കെ ആയിട്ടാണ് അമ്മ പോയെങ്കിലും ഇപ്പോൾ കാര്യമായ രീതിയിൽ അതിനൊക്കെ ശമനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അനുഭവ സാക്ഷ്യം കൂടി ഞാൻ പറയാൻ സന്നദ്ധനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ അന്നത്തെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളിലേക്ക് പോകുകയാണെങ്കിൽ 1-2 പേര് എഴുതിയിരുന്നത്, ഞാനിങ്ങനെ വളരെ സിവിയറായിട്ടുള്ള ഇന്ന അസുഖം എനിക്കുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ കുറേ മരുന്നുകളൊക്കെ കഴിച്ചു, സർജറി ചെയ്തു, എന്നിട്ടുമൊക്കെ അത് മാറ്റം വന്നിട്ടില്ല. പക്ഷേ എനിക്ക് പ്രകൃതി ചികിത്സ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒത്തിരി വൈകിപ്പോയില്ലേ എൻ്റെ കാര്യത്തിൽ എന്നൊരു ചോദ്യം ചോദിച്ച 1-2 കമൻറ്റുകളുണ്ടായിരുന്നു. അങ്ങനെ വൈകിപ്പോകുമോ ഈ ഒരു ചികിത്സയുടെ കാര്യത്തിൽ? അതിലൊന്ന്, ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ഒരു ട്രാക്ക്, ആരോഗ്യത്തിൻ്റെ ട്രാക്കിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ശരീരം എന്ന് വെച്ചാൽ സമയത്ത് ഉറങ്ങുന്നു, വ്യായാമമോ അല്ലെങ്കിൽ അധ്വാനമോ ഉണ്ട്, അതോടൊപ്പം തന്നെ ശരിയായ ഭക്ഷണം ശരിയായ അളവിൽ ശരിയായ സമയത്ത്, നല്ല ഭക്ഷണമായതുകൊണ്ട് കഴിയില്ല, നല്ല സമയത്ത് കഴിക്കാൻ പറ്റണം. ഇപ്പോൾ പാതിരായ്ക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ അത് ഏത് നല്ല ഭക്ഷണമാണെങ്കിലും ആപത്തായിട്ട് പോകും. അവരെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ജ്യൂസുകളായിട്ടും കരിക്കും വെള്ളമായിട്ടും പച്ചവെള്ളമായിട്ടും, വായു ശരിയായിട്ട് ശ്വസിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ശരിയായ ട്രാക്കിൽ പോകുന്ന വണ്ടികളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടികളൊക്കെ അങ്ങനെയാണ് ഓടുന്നത്. ഇപ്പോൾ നമ്മൾ കാറ് പ്രേമികളാണല്ലോ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വണ്ടിക്കൊരു കേട് വന്നാൽ നമുക്ക് ഉടനെ തന്നെ അത് ഫിക്സ് ചെയ്യാം, മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അതല്ല കുറച്ച് ഓടിയൊക്കെ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ പാർട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് എത്തും. ഇത് മനുഷ്യ ശരീരത്തിനും ബാധകമാണ്. അപ്പോൾ ട്രാക്ക് മാറി ഓടുന്ന വണ്ടികളുണ്ട്. ചായയും കുടിക്കും, കാപ്പിയും കുടിക്കും, ചാരായവും കുടിക്കും, അങ്ങനെ പോകുന്നൊരു വണ്ടിയുണ്ട്. ഈ വണ്ടിയേക്കാളും ട്രാക്ക് തെറ്റി ഓടുന്ന വണ്ടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാവും. എത്രത്തോളം ഉറങ്ങാതിരിക്കുന്നു, ചാരായം കുടിക്കുന്നു, ചായ കുടിക്കുന്നു, വറുത്തത് തിന്നുന്നു, മോശമായ ഭക്ഷണം നോൺ വെജിറ്റേറിയനൊക്കെ കൂടുതൽ കഴിക്കുന്നു, അതിനനുസരിച്ച് ആ വണ്ടി കരിയും പുകയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ശരിയായ ഓയിലും ശരിയായ പെട്രോളും അല്ലെങ്കിൽ ശരിയായ ഡീസലും ഒഴിച്ചോടുന്ന ഒരു വണ്ടിയും കലർപ്പുള്ള പെട്രോള് കലർപ്പുള്ള ഡീസൽ ഒഴിച്ചോടുന്നത് പോലെ തന്നെയാണ് ഈ ചാനലായതുകൊണ്ട് കേട്ടോ ഈ ഉദാഹരണം. അത് ശരി. അപ്പം വണ്ടി എത്ര വൈകി പോയാലും, വണ്ടിയുടെ ഇപ്പം കുറേ കാലം നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നു, അങ്ങനെ വണ്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു, എത്ര വൈകി പോയാലും പക്ഷേ ടോട്ടലി റീപ്ലേസ് ചെയ്ത് വേണമെങ്കിൽ പുതിയ വണ്ടിയാക്കാം. അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറ്റുമോ? ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ പഴയ മോറിസ് മൈനർ കാറുണ്ടല്ലോ, നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സർവീസ് സ്റ്റേഷൻ ഉപേക്ഷിച്ച് ഒരുവിധമുള്ള വർഷം അവർ ഒഴിച്ച് കഴിയുമ്പോഴും തലയൊക്കെല്ലാം ഒരുത്തരുണ്ടാവും, അവനത് നന്നാക്കി തരും. നാട്ടിലൊരു നാടൻ വർക്ക്ഷോപ്പുകാരൻ നന്നാക്കി തരും. പക്ഷേ അതും കൊണ്ട് ഒരു മെഴ്സിഡസ് ബെൻസ് തിരുവനന്തപുരത്തേക്ക് കുതിക്കണ കണ്ട് ഹൈവേ കയറ്റി അതിൻ്റെ പുറകെ പിടിച്ചാൽ അവിടെ കിടക്കും. അപ്പോൾ ഇപ്പോൾ കിഡ്നിക്ക് തകരാറായിട്ട് വരുന്നവർ മിക്കവാറും എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞ് കിഡ്നിയുടെ തകരാറ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ചികിത്സ അറിയാവുന്ന പലരും പറയും പ്രകൃതിക്ക് വരെ അതാണ് നല്ലത്. പക്ഷെ തോന്നില്ല, മറ്റൊരിടത്ത് തന്നെയായിരിക്കും, കാരണം പേടിയുമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ക്രിയാറ്റിൻ കൂടി, ഡയാലിസിസ് പറഞ്ഞു, 8, 10, 17 ഒക്കെ ആയിട്ട് ക്രിയാറ്റിനാണ് നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നീര് വെച്ച് ആകെക്കൂടെ. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നൊരു കാര്യം, നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്ക് ഉറപ്പൊന്നും കൊടുക്കാൻ പറ്റുകയില്ല, പക്ഷേ നമുക്ക് വരുന്നതിൽ 90% ആളുകൾക്കും മെച്ചം കിട്ടുന്നുണ്ട്. ക്രിയാറ്റിൻ 17 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പക്ഷെ അവരൊരിക്കലും നമ്മുടെ രീതി തെറ്റിക്കാൻ പാടില്ല. പഴയ മോറിസ് മൈനർ റിപ്പയർ ചെയ്ത് പോലെ ഇരിക്കും. അപ്പോൾ എവിടെ ഉപേക്ഷിച്ചു വരുന്നൊരു കേസിനും പ്രകൃതിയിലൊരു 1 ടൈം സെറ്റിൽമെൻറ്റ്
കിട്ടാറുണ്ട്. സാധ്യത വളരെ കൂടുതലുണ്ട്. ഇപ്പം ഇവിടെ ഇപ്പോൾ കിടക്കുന്നൊരു പേഷ്യൻ്റ് യൂറിൻ ബാഗും ചോദിക്കാതിരിക്കായിരുന്നു. യൂറിൻ ബാഗുമായിട്ട് വന്നയാളാണ് അല്ലേ? വന്നയാളാണ്. അയാൾ അതുകൊണ്ട് മടുത്തു. കാരണം ഒരിടത്ത് പോകാൻ പറ്റില്ല, ഇതൊന്നും ഊരാനും പറ്റണില്ല, ഊരി കളയാൻ പറ്റില്ല. സർജറി അയാൾക്ക് പേടിയുമാണ്. സർജറി ചെയ്താൽ നടക്കുക ഇല്ല എന്നുള്ള കാര്യങ്ങൾ, സർജറി ചെയ്തിട്ടുള്ള പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദനയും പ്രയാസമൊക്കെ മൂത്രമൊഴിക്കലൊക്കെ തുടരുന്നവരാണ് കൂടുതലുള്ളത്. അതും അയാൾക്കറിയാം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഡോക്ടർ സൗമ്യയാണ് ഇവിടെ ചാർജ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ഉറപ്പൊന്നും പറയുന്നില്ല. പക്ഷേ ഒരാഴ്ച കൊണ്ട് കത്തീഡ്രൽ നമ്മൾ വിരിച്ചു. ആദ്യത്തെ ദിവസം ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹിബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രീതിയുണ്ട്. ഒരു പരന്ന വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചെടുത്തിട്ട് അരക്കെട്ട് അതിൽ വെച്ച് ഇരിക്കുക. ശരീരത്തിൻ്റെ വേറൊരു ഭാഗവും തണുക്കാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തണുക്കുന്ന ഭാഗത്തേക്ക് ചൂട് കൊടുക്കുക, ബോഡി ടെമ്പറേച്ചർ നിലനിർത്തുക എന്നുള്ളത് ശരീരത്തിൻ്റെ ഒരു ജോലിയാണ്. അപ്പോൾ അഡീഷണൽ ബ്ലഡിൻ്റെ സപ്ലൈ അങ്ങോട്ട് വരും. ആ ആക്റ്റീവായിട്ടുള്ള വർക്കും ന്യൂട്രീഷ്യസ് കണ്ടൻസ് കൂടുതൽ കിട്ടുന്നതൊക്കെ കൊണ്ട് വലിയൊരു വർക്ക് അവിടെ നടക്കും. അതിലാണ് ഒരു ശരീരത്തിൻ്റെ ഫോക്കസ്, ഇമ്മ്യൂണിറ്റി പവറിൻ്റെ എല്ലാ ഒരു ഫോക്കസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഈ പ്രോസ്റ്റേറ്റ് മാത്രമല്ല, കുട്ടികളുണ്ടാവാത്തത്, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഗ്യാസ് ട്രബിൾ തുടങ്ങിയിട്ട് അരക്കെട്ടുമായിട്ട് ഇപ്പോൾ സെക്ഷൽ പവറിൻ്റെ വീക്ക്നെസ്സിന് വരെയൊക്കെ വലിയൊരു വാട്ടർ ടോണിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത ആൾ വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ICUയിൽ നിന്നൊക്കെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള പല കേസുകളും നമുക്ക് സുഖമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ എതിർപ്പാണ് നമ്മുടെ നേരെ. എങ്ങനെയെങ്കിലും നമ്മളല്ലോ തുടങ്ങിയ കാലത്തുണ്ടെങ്കിലും അപ്പോൾ അത് വളരെ സംഘടിതമായ രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അല്പം അക്കാര്യത്തിൽ ബന്ധുക്കളൊക്കെ എഴുതി തരണം, ഒരു സുഖമരണം പ്രതീക്ഷിക്കുന്നു എന്നെല്ലാം എഴുതി കൃത്യമായിട്ട് തരികയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ പോലും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു രോഗം, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു രോഗത്തിന് ഇവിടെ ചികിത്സയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങോട്ട് വരണ്ട, അത് വരണ്ട. ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട. തലമുടി തുടങ്ങിയിട്ട് കാൽനഖം വരെയുള്ള ശരീരഭാഗങ്ങളിലും മനസ്സിനും. അതിൽ എൻ്റെ വൈഫ് ഡോക്ടർ സൗമ്യ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പക്ഷെ അക്രമമുള്ളൊരു മാനസിക രോഗിയെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഗുരുതരമായിട്ടൊരു മാനസിക രോഗിയും ബാക്കിയുള്ളവരുടെ കൂടെ നമുക്ക് നിർത്താൻ പറ്റില്ല. ഒരു രോഗമാണെങ്കിൽ യാതൊരു തരത്തിലും നമുക്ക് പ്രയാസമില്ല. നമുക്ക് അതിൽ പരമാവധി വ്യത്യാസം, ആശ്വാസം ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു റോഡ് അപകടം, ഇപ്പോൾ ഉമാ തോമസിന് സംഭവിച്ച അപകടം, അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് നമുക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. ആ ഇൻറ്റേർണൽ ബ്ലീഡിങ് എത്രയും പെട്ടെന്ന് നിർത്താൻ അലോപ്പതിയിൽ അത്ഭുതകരമായിട്ടുള്ള സർജറി സംവിധാനങ്ങളുണ്ട്. അത് ആ ക്രൈസിസ് അവിടെ ചെയ്യണം. പക്ഷെ ആരോഗ്യം നന്നാക്കാനോ രോഗം മാറ്റാനോ ആ വിഭാഗത്തിന് സാധിക്കില്ല എന്നുള്ളൊരു വസ്തുത ആളുകൾ മനസ്സിലാക്കണം. മനുഷ്യ ശരീരം ബയോളജിക്കലാണോ കെമിക്കലാണോ? ബയോളജിക്കലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭക്ഷണം കെമിക്കലായാലും എങ്ങനെ ഉണ്ടാവും? ഫാക്ടം ഫോഴ്സ് എടുത്ത് 1 കിലോ തിന്നു ഉച്ചയ്ക്ക്. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നെന്ന് പറഞ്ഞ സാധനവും ബയോളജിക്കലായി തന്നെ ആവണം. അതിന് പകരം കെമിക്കൽ ഇട്ട് കൊടുത്തിട്ട് വയറിൽ കിടന്ന് വയറ് തുളഞ്ഞ് അൾസർ പിടിക്കുക മനുഷ്യർക്ക്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഇതാണ്. നിങ്ങളുടെ ശരീരം ഇനിയിപ്പോൾ കെമിക്കലാണ് എന്ന് അനലൈസ് ചെയ്ത് കെമിക്കലാണ് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അവിടെ ഓർഗാനിക് കെമിക്കലല്ലേ വേണ്ട, ഇനോർഗാനിക് അല്ലല്ലോ. അപ്പോൾ സസ്യങ്ങൾ പ്രകാശത്തെ സ്വീകരിച്ച് വെയിലിൽ നിന്ന് സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി കെമിക്കലായിട്ട് മാറ്റി അതിനെ നമ്മൾ കഴിച്ച് മാംസമാക്കി മാറ്റുകയാണ്. പണ്ടൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലച്ഛന്മാർ പറയും വചനം മാംസമായി. ഓ അച്ചോ, ശരി അച്ചോ, പിതാവിനും മുതലും വലുതാവിനും ഉള്ളിലറിയാം അച്ഛൻ ഇത് നടക്കണ കാര്യമൊന്നുമല്ല. പക്ഷേ സയൻസ് പറയുന്നു അതാണ് നടക്കുന്നത്, പ്രകാശം മാംസമാവുകയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള ഭക്ഷണപാനീയങ്ങളാണ് ശരീരത്തിന് ആവശ്യമുള്ളത്. അതാണ് ശരീരത്തിൻ്റെ മരുന്നും ഭക്ഷണവും. ഈ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കോട്ടയംകാരൊക്കെ പറയുന്നത് വല്ല ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ആകെ ഒരു ജീവിതമുള്ളൂ, അടിച്ചു പൊളിച്ച്
അപ്പോൾ ഞാനിപ്പം എൻ്റെ മദറിലോ കിടന്ന സമയത്ത് അവിടെ വന്നപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് എനിക്കൊരിക്കലും ഈ ഫുഡൊന്നും കഴിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ അമ്മയുടെ കാര്യത്തിൽ അമ്മ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ നോക്കാൻ നിന്നൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരിയും ഒരു ദിവസം കഴിയുമ്പോൾ അയ്യോ ഇത് ഇത്തിരി കടുപ്പമെന്ന് പറഞ്ഞു. പക്ഷേ ഓക്കെ, അത് നമ്മളിപ്പോൾ ഒരു 20 ദിവസത്തേക്ക് കൂടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരും ആ ശരീരത്തിൻ്റെ വ്യത്യാസം, മാറ്റം, ആനന്ദം, ശരിയായ ഭക്ഷണത്തിലേക്ക് വന്ന ഒരു 5-8 ദിവസം കഴിയുമ്പോഴൊരു വ്യത്യാസം, അങ്ങനെയാണ് ആൾ നിൽക്കുന്നത്. അല്ല അത് ശരിയാണ്. ആദ്യത്തെ 5 ദിവസം ഓടിക്കളയാൻ തോന്നും. ശരി, തോന്നുന്നു. അല്ല ഞാൻ ചോദിക്കുന്നത് അതും ഓക്കെ, അത് കഴിഞ്ഞ് അവിടെ ഈ പറഞ്ഞതിൽ കോട്ടയാച്ചായന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ ആകെ ഒരു ജീവിതമുള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഞാൻ പറയണത് ആകെ ഒരു ജീവിതമുള്ളൂ, പരമജാഗ്രതയോടെ ജീവിക്കണം. അതെ, തിരിച്ചും പറയലല്ലേ. നിങ്ങൾക്കൊരു 10-20 ജീവിതമുണ്ടോ? 5-8 അടിച്ച് പൊളിച്ച് ജീവിച്ചോ? ആകെ ഒരു പളുങ്ക് മാത്രം എത്ര ജാഗ്രതയോടെ കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞ പോലെ ആകെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾ കോഷ്യസ് ആവണം. ഈ പറഞ്ഞ പോലെ ചാവുമ്പോൾ ചാവട്ടെ. പക്ഷേ മരണം നേരെ ഇങ്ങോട്ട് വരുന്ന നേരത്ത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക, എൻ്റെ സമ്പാദ്യം മുഴുവൻ തരാം, വീടും പറമ്പും പണയം വെക്കാമെന്ന് പറഞ്ഞ് ആളുകൾ ആശുപത്രി കയറി നടക്കുന്നത് ആരോഗ്യത്തിൻ്റെ ഒരു അഹങ്കാരം കൊണ്ടാണ്, കാശിൻ്റെ അഹങ്കാരം. ആളുകളുടെ പലരുടെയും വിചാരം ഈ ഡോക്ടർമാരുണ്ട്, ആശുപത്രിയുണ്ട്, കാശുണ്ട്, എന്തായാലും കുഴപ്പം വരുമ്പോൾ ശരിയാക്കി എടുക്കാം. നടക്കൂല. അത് അന്നേരം മനസ്സിലാവുള്ളൂ. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ വൈകിപ്പോയി എന്നുള്ള സാധനം വരും അല്ലേ. അപ്പം പിന്നെ അവിടെ നിന്ന് മുഴുവൻ രക്ഷയില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവിടെയും പലയിടത്ത് പോയി ആയുർവേദത്തിനോ എല്ലാത്തിനും ഒക്കെ പോയിട്ട് രക്ഷ. എന്നാൽ പിന്നെ പച്ചയെങ്കിൽ പച്ച പ്രകൃതിക്ക് വരാമെന്ന് കരുതും. പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. 1 ഇഞ്ച് താഴെ അല്ലെങ്കിൽ 5 ഇഞ്ച് താഴെ ജാഗ്രതയോടെ. ഇപ്പോൾ കരൾ കേട് പറ്റി വരുന്നവരുണ്ട്, കിഡ്നിക്ക് തകരാറ് പറ്റി വരുന്നുണ്ട്, ക്യാൻസറായിട്ട് വരുന്നവരുണ്ട്. അതൊക്കെ ചിട്ട തെറ്റാതെ മുന്നോട്ട് പോയാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പഴയ മോറിസ് മൈനറിൻ്റെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിനെ കണ്ടിന്യൂസ് 24 മണിക്കൂർ ഓടിച്ചുകൊണ്ട് നിനക്ക് ആ എഞ്ചിനൊരു വിശ്രമം വേണം. അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ മനുഷ്യ ശരീരം സ്വയം കേട് തീർക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ ആളുകൾ ഇപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യം, ഇതിനെ വെറുതെ ഇട്ടാൽ ഉള്ളിൽ പണി കൊടുക്കരുത്. ദഹന ജോലി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജോലിയൊന്നുമല്ല. ദഹന ജോലികളില്ലാതെ ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ സെൽ ലെവലിൽ വിശ്രമം കിട്ടും. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ ചെന്ന് 2.5 മണിക്കൂർ ആമാശയത്തിൽ, 2.5 മണിക്കൂർ ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക്, രക്തം അതിനൊരു ട്രാൻസ്പോർട്ടായിട്ട് ഓർഗനിൽ കൊണ്ടുപോയി, ഓർഗനിൽ നിന്ന് ടിഷ്യൂവിൽ കയറി, ടിഷ്യൂവിൽ നിന്ന് സെല്ലിലേക്ക് കയറും. സെല്ലിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ ചിന്തയില്ല ആളുകളുടെ മുഴുവൻ മൂക്കറ്റം തിന്നിട്ട് വയറ് നിറയ്ക്കാനാണ് എന്നുള്ളൊരു ധാരണയിലാണ് ആളുകൾ തിന്നുന്നത്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ വയറ് നിറഞ്ഞോ എന്ന് ചോദിച്ചു, വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പോഴല്ലേ അത് ദുഃഖമാണ്, ദുരിതമാണെന്ന് മനസ്സിലാവുന്നത്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ സെല്ലുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആ സെല്ലുകളിലാണ് ഓക്സിഡേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് എനർജി ഉണ്ടാക്കുന്നതും മറ്റു പോഷകങ്ങളൊക്കെ. ആ സെല്ലുകൾക്ക് വിശ്രമം വരണമെങ്കിൽ വായിലേക്ക് പോയ ഭക്ഷണത്തിൽ നിന്ന് 12 മണിക്കൂർ ഒരു സമയമെങ്കിലും മിനിമം വേണം. അവിടെയാണ് ഉപവാസം ആരംഭിക്കുന്നത്. ഈ 12 മണിക്കൂറിനുള്ളിൽ ശരീരം ബഹളം വെക്കും, അടുത്തത് കിട്ടണമെന്നുള്ളതിൽ ബഹളം വെക്കും. ആ ബഹളം ഒരു കത്തലും ആന്തലും ഒക്കെ ശരിയായ വിശപ്പാണെന്നും ഭക്ഷണമില്ലാത്ത അപകടം ഉണ്ടാകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് ആളുകൾ മുഴുവൻ ഇരിക്കുന്നത്. അങ്ങനെയല്ല. കൊടുത്ത ഭക്ഷണം കൊണ്ടൊരു 3-4 ദിവസമൊക്കെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഭക്ഷണം ഒരു നേരം കുറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖം. ആദ്യ ദിവസങ്ങളിൽ പരാക്രമമാണ്, ശരീരത്തിന് കിട്ടണത് കിട്ടിക്കൊണ്ടിരിക്കണം, കിട്ടിയ സാധനം തന്നെ കിട്ടണം. പക്ഷേ വേറെ കാര്യമില്ലേ, നമ്മളിപ്പോൾ ഈ അൾസറൊക്കെ ഉള്ളവരുടെ കാര്യത്തിൽ ആഹാരം ഒരു നേരം കഴിക്കാതിരുന്നാൽ അതിഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നില്ലേ? അത് എങ്ങനെയാണ്? അൾസർ എന്ന് പറഞ്ഞാൽ ഈ കുടൽ, അതിൽ മൂക്കസ് മെംബ്രെയിൻ, ഈ പാരാസിറ്റമോൾ, ബ്രൂഫൻ പോലുള്ള മരുന്നുകളൊക്കെ കൊണ്ട് മഴയത്തൊലിച്ചു പോകണ പോലെ പോയിട്ടാണ് ഈ അൾസർ ഉണ്ടാവുന്നത്. മരുന്നുണ്ടാക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസർ എന്ന് പറഞ്ഞൊന്ന് നെറ്റിൽ കയറി നോക്കിയാൽ അൾസർ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടും. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്, പ്രമേഹം ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടും. 10-200 മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹൈ BP, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ക്യാൻസർ. അയ്യോ, നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ ഞെട്ടും. ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡ് റിസ്ക് ആർ ദി സൈഡ് എഫക്ട്സ് ഓഫ്
മോർ ദാൻ 200 കോമൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ഒരു VOXൻ്റെ 200-ലധികം ഉണ്ട്. 200-ലുണ്ട് ലിസ്റ്റ് കൂടെ. അതിൽ പാരാസെറ്റമോളും ഉണ്ട്. അസെറ്റമിനോഫിൻ എന്നാണ് വിദേശത്ത്. ആ അസെറ്റമിനോഫിനാണ് ഇത് തുടങ്ങുന്നത്. ബർത്ത് കൺട്രോൾ പില്ല്, സെഡേറ്റീവ്സ്, ഹൈ BP മരുന്ന്, ഗ്യാസ് ട്രബിളിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഒരു ഗ്രൂപ്പാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ഈ മരുന്നുകളൊക്കെ ആത്മഹത്യ വരെ ചെയ്യിപ്പിക്കും, ഡിപ്രഷൻ ഉണ്ടാക്കുന്നതാണ്. ഗർഭനിരോധന ഗുളിക കഴിക്കാത്ത ആരുണ്ട്? ഈ കല്യാണം കഴിഞ്ഞാൽ 4 നേരവും കഴിക്കുന്നവരെ ഇപ്പോൾ എന്ത് വേദന വന്നാലും പാരാസിറ്റമോൾ 5 തരം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാരാസിറ്റമോൾ മേ ഇൻക്രീസ് ദി റിസ്ക് ഓഫ് ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ എന്ന് നെറ്റിൽ കയറി നോക്കിയാൽ, മൊബൈലൊന്ന് നോക്ക്. അതുകൂടാതെ ചെക്ക് ചെയ്താൽ ലിവർ ക്യാൻസർ, കിഡ്നി ട്രാക്ട് ക്യാൻസർ ഉണ്ടാക്കുമെന്നും ഒവേറിയൻ ക്യാൻസർ കുറയ്ക്കുമെന്നും ഗവേഷണങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ്. അപ്പോൾ ഈ ഒരു അൾസർ ഒരാൾക്ക് ഉണ്ടാകുന്നത് ഈ കെമിക്കൽ ചെന്നിട്ട് ഓർഗാനിക് ഫുഡ് കിടക്കേണ്ടിടത്ത് ഇനോർഗാനിക് കെമിക്കൽ കിടന്ന് ഈ സാധനം കുടലിൽ തുളയുകയാണ്. അങ്ങനെയുള്ളൊരു ഭാഗത്തേക്ക് നിരന്തരം ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഹീലിംഗ് നടക്കുക? നമുക്കിവിടെ ഒരു മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്ന ഒരിക്കലും ഇല്ല. അവിടെ വിശ്രമം വേണം. അപ്പോൾ ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ വയറ്റിലുള്ള ഒരു ആസിഡും ഇതുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ വരുമ്പോൾ ഒരു പുകച്ചിലും നീറ്റലും ഒക്കെ ഉണ്ടാവും. ഭക്ഷണം ഉള്ളപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ ആശ്വാസവും വരും. ഒരിക്കലും അൾസർ മാറില്ല. അപ്പോൾ ഒരു 3 ദിവസം നിങ്ങൾ ആ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറായേ നിവൃത്തിയുള്ളൂ. വേറെ നിവൃത്തിയില്ല. അതേസമയം നിങ്ങൾക്ക് ജ്യൂസുകൾ സെലക്ട് ചെയ്തിട്ട് കരിക്കും വെള്ളം പോലുള്ളതൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ വെള്ളം ധാരാളം കുടിച്ചാലും ഈ ആസിഡിറ്റി പ്രോബ്ലമൊക്കെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ പതുക്കെ നമുക്ക് അൾസറിൻ്റെ പ്രശ്നം മാറ്റിയെടുക്കാൻ കഴിയും. അതേസമയം അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണെങ്കിൽ കുറച്ചുകൂടെ കാലമെടുക്കും റിപ്പയറിങ്ങിന്. കാരണം ഒരു ഡീപ്പ് ഇൻസൈഡ് എന്നുള്ളൊരു പ്രോബ്ലമാണ്. പ്രകൃതിയിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചികിത്സ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ കഴിഞ്ഞിട്ടുള്ള ജീവിതകാലം മുഴുവൻ ഇവിടുത്തെ ഇതേ ഡയറ്റ് പിന്തുടരണം? അതോ ഇടയ്ക്ക് മീനും ഒക്കെ കഴിക്കാമോ? അത് നമ്മൾ പറയും ജീവിതകാലം മുഴുവൻ പാലിക്കണം. പക്ഷേ നിങ്ങളങ്ങനെ പാലിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളൊരു താല്പര്യം. ഇത് നടത്തിക്കൊണ്ട് പോകണ്ടേ? ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു മാസം ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും വെറുതെ തുറന്നു വയ്ക്കാൻ വേണം. ഇവിടെ അത് മതി. 1500-3000 കോടിയൊക്കെ മുടക്കിയുള്ളത് തുറന്നു വെക്കാൻ എത്ര വേണ്ടി വരും? അതുകൊണ്ട് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറയണത് ചെയ്യരുത്. ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ പോയിട്ട് തെറ്റിക്കണം. തെറ്റിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ ഉഷാറായിട്ട് ഉന്മേഷമായിട്ട് ഓടി നടന്ന്. ചില ദിവസങ്ങൾ രാവിലെ എറണാകുളത്ത് നിന്ന് എഴുന്നേറ്റ് 4 മണിക്ക് തിരുവനന്തപുരത്തേക്ക് കാർ ഡ്രൈവ് ചെയ്യും. അവിടെ പോയി ക്ലാസ്സും കൺസൾട്ടേഷനും വൈകിട്ടൊരു പൊതുയോഗവും അതും കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് എറണാകുളത്തേക്ക് വരും. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ഓടി നടക്കുന്നത്. പക്ഷേ ടൊമാറ്റോ എന്ന് പറയുന്നത് എന്നാൽ ഞാനിപ്പോൾ ഒരു പെരപണിയാനുള്ള പ്രകൃതി കേന്ദ്രം പണിയാനുള്ള കല്ല് ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലേ. ഞാനും അതെട്ടോ, എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം. നല്ല സാധനമാണ്. പിന്നെ അധികം വേവിച്ച് കുഴയ്ക്കാതെ കഴിക്കണമെന്നേ ഉള്ളൂ. പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ ടൊമാറ്റോ കഴിക്കുക. അതുപോലെ തന്നെ മഷ്റൂം, പംകിൻ സീഡ്, ഈ 3 സാധനങ്ങളും ബ്രൊക്കോളിയൊക്കെ വളരെ നല്ല സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു വിവേകം നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഏത് രോഗവും മാറ്റിയെടുക്കാം. രോഗങ്ങളില്ലാതെ ആനന്ദകരമായൊരു ജീവിതം നയിക്കുകയും ചെയ്യാം. ഒറ്റ പ്രയാസമുള്ള കാര്യമല്ല. ശരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അന്ന് പട്ടിക്കാട് ഈ അമ്മ കിടന്ന സമയത്ത് ഞാൻ വന്നപ്പോഴത്തേക്ക് 2 കൂട്ടം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒന്ന്, അവിടെ ഒരു ക്യാൻസർ സർവൈവർ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. 2 ഒബിസിറ്റി, ഗൾഫിൽ നിന്നും വന്ന് കറിയച്ചാലുകാരനായിരുന്നു. 2 പേരെയും കണ്ടു. 2 പേരും വളരെ ഭേദപ്പെട്ടായിരിക്കുമല്ലോ പോയതല്ലേ. ഞാൻ പിന്നെ അവരെ കണ്ടിട്ടില്ല. ഈ ഒബിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് ഈ അമിത വണ്ണത്തിനുള്ള ചികിത്സ ചെയ്ത് മടുക്കുന്ന ആളുകളാണ് നമുക്ക് വരുന്നത്. പല ചികിത്സകളും തുടരാൻ പറ്റാത്തതാണ്. വിചാരിച്ചാൽ പോലും തുടരാൻ പറ്റാത്ത രീതിയിലുള്ള ചികിത്സകളാണ്. അല്ലെങ്കിൽ റിഗ്രസ് എക്സസൈസ് ചെയ്യണം. പക്ഷെ പ്രകൃതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 5 ദിവസത്തെ പ്രയാസം നമ്മൾ ഇപ്പോൾ ഒന്ന് പറയാം. മലയാളി ഊണും കഴിച്ച ഒരാൾ ചൈനയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസങ്ങൾ എന്തായിരിക്കും പ്രയാസമുള്ളത്?
പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചൈനീസ് ഭക്ഷണം അടിപൊളിയാണ് എന്ന് പറയും. ഇതൊക്കെ ആ ശീലത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. ആദ്യത്തെ 3 ദിവസം. പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പച്ചക്കറികൾക്ക് രുചിയുണ്ടെന്ന് ഇപ്പോഴാണ്. മറ്റതെല്ലാം കൂട്ടിക്കുഴച്ച് ഒരേ മസാലക്കൂട്ട് ഒരേ രുചി എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഫുഡ്? എങ്ങനെയാണ് ഈ പഴങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുക? അതോ അവിടുത്തെ പഴങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വിദേശത്ത് പോകുമ്പോൾ. പക്ഷേ ഏത് രാജ്യത്ത് പോകുമ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രുചി. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ രുചികൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ആദ്യത്തെ ഒരു 4-5 കൊല്ലമാണ് അങ്ങനെ ഓരോ കൾച്ചറിൻ്റെയൊക്കെ. പിന്നെ അത് നിർത്തിയിട്ട് നമുക്ക് പറ്റുന്നതിലല്ലാണ്ട് അപ്പുറത്തേക്ക് അച്ചാറോ അങ്ങനെയുള്ള ഒന്നും തന്നെ ടേസ്റ്റ് ചെയ്യുക പോലും ചെയ്യാതെ വന്നു. നമുക്ക് തോന്നലില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്യാൻസർ സർവൈവർ ചേച്ചി ഉണ്ടല്ലോ, എന്താണ് അവരവിടെ ചെയ്തത്? വന്നിട്ട് ക്യാൻസർ മാറി പൂർണ്ണമായിട്ടെന്നുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അവരവിടെ വന്നത്. എന്തായിരുന്നു പിന്നെ അവരവിടെ ചെയ്തത്? അതിൽ ഒരു ക്യാൻസർ ബോഡി എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റ് എടുത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ അതിൽ ഉറപ്പായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത് പോസിബിളി ക്യാൻസറസ്, പ്രോബബിളി ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും. അതിൽ ഉറപ്പായിട്ടും മനുഷ്യ ശരീരത്തിൽ കടന്നാൽ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ 1 ഡസനിലധികം ഇംഗ്ലീഷ് മരുന്നുകളാണ്. അസാത്തിയോപ്രൈൻ പോലുള്ള മരുന്നുകളുണ്ട്. നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ അടിച്ചമർത്താൻ വേണ്ടി ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട്, അതുപോലുള്ള മരുന്നുകൾ. അതുപോലെ ഇപ്പോൾ പാരാസ്റ്റമോളൊന്നും അതിലേക്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല, അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും. അതുപോലെ പെയിൻറ്റ്, വാർണിഷ്, ആൽക്കഹോളൊന്നുമില്ല, അസെറ്റൽ ഡിഹൈഡ്. അത് നമ്മൾ മദ്യം കഴിച്ചാൽ കരളിൽ വിഘടനം നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമാണ്. ഈ സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആസ്ബസ്റ്റോസ്, പിന്നെ അതുപോലെ റെഡ് മീറ്റ്, നമ്മൾ ഞെട്ടിപ്പോണത് അവിടെയാണ്. റെഡ് മീറ്റ് ക്യാൻസറിൻ്റെ കാരണമായിട്ട് ലോകാരോഗ്യ സംഘടനയുടെ ലിസ്റ്റിൽ കിടക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, അതാണ് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൽ കിടക്കുകയാണ് റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കും. അതുപോലെ ഉപ്പിലിട്ട പുകയേറ്റ ഇറച്ചി, ഇങ്ങനെ നിരവധി സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഈ പുകയേറ്റ ഇറച്ചി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബാർബക്യൂ എന്ന് പറയുന്ന സാധനമാണല്ലേ. അതുപോലെ പോപ്കോൺ ക്യാൻസറിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നുണ്ട്. നിരവധി തരത്തിലുള്ള ഭക്ഷണ സാധനം. പക്ഷേ ഈ ബാർബക്യൂ എന്നൊക്കെ പറയുന്നത് ഹെൽത്തി ഇറച്ചികളിലെ ഹെൽത്തി സാധനം എന്നാണ് പൊതുവെ ജനത്തിൻ്റെ ഒരു ധാരണ അല്ലേ? അല്ല, ഇറച്ചി തിന്നാലേ, എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്, ഇറച്ചി മുട്ടയൊക്കെ തിന്നാലല്ലേ നമുക്ക് പ്രോട്ടീൻ വേണ്ടേ, കാൽഷ്യം വേണ്ടേ? അപ്പം ഞാൻ പറയും, കാട്ടിലെ ആന ഏത് ഇറച്ചി തിന്നിട്ട് ആനമുട്ട തിന്നിട്ടാണോ ആനയ്ക്ക് കാൽഷ്യം? ഒരാനയ്ക്ക് എത്ര കിലോ കാൽഷ്യം ഉണ്ടെങ്കിലാണ്, പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ്? ഈ മരക്കൊമ്പുകൾ മാത്രം തിന്നിട്ട് ഓരോ ജീവിക്കും വിധിപ്രകാരമുള്ള ഭക്ഷണങ്ങളുണ്ട്. അതിൻ്റെ ദഹനേന്ദ്രിയങ്ങൾ, ദഹനരസങ്ങൾ. ഇപ്പോൾ 18 ആനകൾ അകാലത്തിൽ വീർപ്പ് മുട്ടി എരണ്ടക്കെട്ട് മൂലം മരിച്ചു. ആന വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ KC പണിക്കർ സർജറി ചെയ്തു, അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്താ കാരണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ 1.5 അടി നീളത്തിൽ കോൺക്രീറ്റ് ഇട്ടതുപോലെ കിടക്കുക, കത്തിക്ക് കുത്തിയാൽ പോലും പൊട്ടുന്നില്ല. ഇത് ലാബിൽ അയച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഭഗവാന്റെയും ഭഗവതിയുടെയും തിടമ്പേറ്റുന്ന ആനയല്ലേ. അപ്പോൾ അമ്പലത്തിൽ ഭഗവാന്റെ നിവേദ്യം പ്രസാദം ആനയ്ക്കും കൊടുക്കണ്ടേ? അതിലേ ശരിയല്ലല്ലോ. അപ്പോൾ പഞ്ചാമൃതം, അവല്, മലര്, തേന്, ശർക്കര, നെയ്യ് ഇതെല്ലാം കൂട്ടിയ പഞ്ചാമൃതമൊക്കെ ആനയ്ക്കും കൊടുക്കും. ശർക്കര ഉരുളയും കൊടുക്കും. ആനയുടെ വിധിപ്രകാരമുള്ള ഭക്ഷണമല്ല. ആ ഭക്ഷണ സാധനങ്ങൾ ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങൾ മൂപ്പിന്ന് ഫിറ്റ് ചെയ്തതല്ല വിട്ടിരിക്കുന്നത്. ഇത് വിരുദ്ധാഹാരമാണ്. അത് ദഹിപ്പിക്കാണ്ട് അവിടെ കിടന്ന് കട്ടിയായി വീർപ്പ് മുട്ടി മലം പോകാണ്ട് ആന മരിക്കുക. ഈ എരണ്ടക്കെട്ടിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. തെറ്റായ ഭക്ഷണം ചെല്ലുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ. ചില മരുന്നുകളും ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി, ശരീരത്തിലുണ്ടാകുന്ന പ്രതിസന്ധി തെറ്റായ ആഹാരപാനീയങ്ങളുടെ പ്രതിസന്ധിയാണ്. അത് അമിതവണ്ണമാണെങ്കിലും ക്യാൻസർ ആണെങ്കിലും. അപ്പം ഇതുപോലുള്ള ഈ ക്യാൻസറസ് കാർസിനോജനായിട്ടുള്ള സാധനങ്ങളും ഉണ്ടാകും. ഇതുപോലെ കാർസിനോജനായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു ബേസ് ഇട്ട് കൊടുക്കുന്ന ഇതുപോലുള്ള
എരണ്ടക്കെട്ടുകളാണ്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങളാണ്. സെല്ലുകളുടെ ഇപ്പോൾ സെല്ലുകൾ നമ്മൾ ആളുകൾ പഠിക്കാത്തൊരു കാര്യം, വസ്തുതയിൽ ഞങ്ങൾ പറയുന്ന പ്രകൃതി ചികിത്സയുടെ സയൻസ്, ശരിയായ സയൻസ്. ഇപ്പം ഒരു പ്രകൃതി ചികിത്സകനും നിങ്ങളുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ പുറകെ ഇരുന്ന് ചെകുത്താന്മാരുടെ ഒരു സംഘം ഏത് മരുന്നാണ് എഴുതണത്, നമ്മുടെ കമ്പനിയുടെ തന്നെയാണോ എന്ന് നോക്കാനില്ല. ഒരു വലിയ മാർക്കറ്റ് പുറകിൽ നിന്നിട്ട് ഡോക്ടറെ പുഷ് ചെയ്യുന്നുണ്ട്. പ്രകൃതി ചികിത്സകനും നിങ്ങൾ തമ്മിലിരിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ്. ഒരു കമ്പനിക്കാരും താല്പര്യമില്ല, പച്ചക്കറി ലോബിയൊന്നും താല്പര്യം, പച്ചക്കറിയും ലോബിയും താല്പര്യമില്ല, പഴങ്ങളുടെ ലോബിയില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താ ഇത്രയല്ലേ താല്പര്യമുള്ളൂ. കോടികൾ ഡിവിഡൻഡ് കൊടുക്കണം, ഷെയർ മാർക്കറ്റ് എന്നുള്ള ഒരു ഭീകരതയൊന്നും പ്രകൃതി ചികിത്സയുടെ പുറകിലില്ല. അപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ഈ പ്രകൃതി ചികിത്സകനെ നിങ്ങൾക്ക് പിന്നെ ആവശ്യമില്ല. പ്രകൃതി ചികിത്സകൻ നിങ്ങളെ ചൂഷണം ചെയ്യാൻ, കാശുണ്ടാക്കാൻ വേണ്ടി പിടിച്ച് നിങ്ങൾ ചികിത്സിച്ച് തന്നെ ഒറ്റ പ്രാവശ്യം നടക്കുകയുള്ളൂ. കാരണം ഇതിൽ രഹസ്യമൊന്നുമില്ല, ആർക്കും മനസ്സിലാകുന്ന ലളിത സത്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സെല്ലുകൾ പഠിക്കേണ്ട ഒരു വിഷയം ഈ പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വം. ഇപ്പോൾ നിങ്ങൾക്ക് ത്വക്കിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലിവറിന് ഫാറ്റി ലിവറുണ്ട്. ഈ ഫാറ്റി ലിവറുള്ള അതിനെ ചികിത്സിക്കാൻ പോയാൽ നിങ്ങൾ കുഴപ്പത്തിലാകും. അതേസമയം ഈ ലിവർ സെല്ലുകൾ ജീവിക്കുന്നത്, അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് ലിവർ സെല്ല് നെറ്റിൽ നോക്കണം, 200 to 400 days ആണ്. അപ്പോൾ ഈ നിലവിലുള്ള രോഗം ബാധിച്ച ലിവർ സെല്ലുകൾ 200 ദിവസം തുടങ്ങി 300 ദിവസം 400 ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറി പുതിയത് വരുന്നു എന്നർത്ഥം, താളക്രമം അനുസരിച്ച്. ത്വക്കിലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് സ്കിൻ സെൽസ് 30 to 40 days ആണ്. അപ്പോൾ ത്വക്കിലൊരു തെറ്റായ ത്വക്കിന് കേടുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി 30 ദിവസം 40 ദിവസം നല്ല ഭക്ഷണപാനീയങ്ങൾ മാത്രം കഴിക്കുന്നോ അവരിൽ അത് മാറി പുതിയ കോശങ്ങൾ നല്ല ഹെൽത്തിയായ ഭക്ഷണത്തിൽ നിന്ന് ഹെൽത്തിയായ സെല്ല് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിയിരിക്കും. ഇതാണ് പ്രകൃതി ചികിത്സയുടെ സയൻസ്. അല്ലാതെ ഈ രോഗത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും തേച്ച് വെക്കുക, അത് നേരെ ഉള്ളിലേക്ക് പോകും. ആ ഒരു സമീപനം രോഗത്തെ അല്ല, രോഗകാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. രോഗത്തെ ചികിത്സിച്ചാൽ രോഗി നശിക്കും, ഡോക്ടർ നന്നാവും. രോഗകാരണത്തെ കണ്ടുപിടിച്ച് ആ കാരണം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ചികിത്സ ചെയ്താൽ രോഗി രക്ഷപ്പെടും, ഡോക്ടർ പെടും. അപ്പോൾ ചുവന്ന രക്താണുക്കൾ ജീവിക്കുന്നത് 120 ദിവസം, വെളുത്ത രക്താണുക്കൾ 16 തുടങ്ങി 20 ദിവസം, പ്ലേറ്റ്ലെറ്റുകൾ 6 തുടങ്ങി 8 ദിവസം. അത്രേ ഉള്ളൂ. പ്ലേറ്റ്ലെറ്റുകളാണ് നമുക്ക് വാസ്തവത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കാനും ഉള്ള പശ, അതാണ്. അപ്പോൾ ഈ തത്വം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസങ്ങളനുസരിച്ച് അടിസ്ഥാനപരമായ മാറ്റം ആദ്യം ഉണ്ടാവും, രണ്ടാമത് മൂന്നാമത് പല സൈക്കിളായിട്ട് മാറി 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 വരുമ്പോൾ നിങ്ങളുടെ ശരീരം പ്യൂറായി. ബ്രെയിൻ സെല്ലും കണ്ണിലെ ലെൻസും പല്ലിലെ ഇനാമലും മാത്രമാണ് നമ്മളോടൊപ്പം സ്ഥിരമായിട്ടുള്ളത്. ബാക്കി ശരീരത്തിലുള്ള വൃക്കകളും കരളും ഹൃദയവും എല്ലാം നിരന്തരം സ്വയം പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ മലയാളി പഠിക്കേണ്ട ഒരു സയൻസ്, ലൈഫ് സയൻസ്. ഇതാണ് നമ്മൾ ചില രോഗികൾ നമ്മുടെ ചികിത്സയിൽ വേണ്ടത്ര ഫലം കിട്ടാതെ വരുമ്പോൾ നമ്മളൊരു ഫുഡ് ഇൻടോളറൻസ് ലാബ് ടെസ്റ്റ് നടത്തും. അപ്പോൾ കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് ഈ പ്രകൃതി ഭക്ഷണത്തിൽ തന്നെ ആ ശരീരത്തിന് പറ്റാത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അതിലേറ്റവും കൂടുതൽ ഫുഡ് ഇൻടോളറൻസ് കാണിക്കുന്നത് മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ ചില നട്ട്സ്, ചില പഴങ്ങൾ, ഇപ്പോൾ ഓറഞ്ച് പോലുള്ള പഴങ്ങൾ, ഗോതമ്പ്, പാല്. ഈ വ്യാപകമായിട്ട് ആളുകൾക്ക് ഫുഡ് ആ ശരീരത്തിന് ചേരില്ല എന്ന് കാണിക്കുന്നതിൽ പാലും പാലുൽപ്പന്നങ്ങളുമാണ് ഒന്നത്. പക്ഷെ എനിക്ക് തോന്നി പാലെന്ന് പറയുന്നതൊന്നും ഇപ്പം മിൽമയുടെ പോലും പ്യുവർ പാലല്ലല്ലോ, അല്ലേ? അത് പ്യുവർ പാലാണോ? കുഴപ്പമില്ലേ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്യുവർ പാലിൻ്റെ കാര്യം നമ്മളീ പറയുന്നത്? പ്യുവർ പാലുൽപ്പന്നങ്ങളും നല്ലൊരു ശതമാനം ആളുകൾക്കും ചേരുന്നില്ല. അപ്പോൾ പലർക്കും ഈ ഗ്യാസ് ട്രബിള്, IBS, ചായയിൽ ചേർക്കുന്ന 2 സ്പൂൺ പാലിൽ നിന്ന് വരെയാണ് ആളുകൾക്ക് ഈ കുഴപ്പങ്ങളുണ്ടാകും. അതൊന്നും മനസ്സിലാവാതെ ആളുകൾ മരുന്നിന് ചികിത്സയ്ക്ക് നടക്കുകയാണ്. ഒരു ഡോക്ടറും ഈ കാരണങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ചികിത്സ അശാസ്ത്രീയ ചികിത്സയാണ്. ശാസ്ത്രീയ ചികിത്സ വാസ്തവത്തിൽ നമ്മുടെ പ്രകൃതി ചികിത്സയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കൽ സർവൈവ് ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞാലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാൻസർ സർവൈവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി ക്യാൻസർ തിരിച്ചു വരാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റുമോ? അവിടെ ഒന്നുള്ളത്, ഈ ക്യാൻസറിന് ചെയ്യുന്ന റേഡിയേഷനും കീമോതെറാപ്പിയും
ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജൻ എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ലിസ്റ്റിൽ കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ IARCയുടെ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റിൽ റേഡിയേഷനും കീമോതെറാപ്പിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് നിങ്ങൾ കീമോ ചെയ്താൽ 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 5 കൊല്ലത്തിനിടയിൽ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നത് കീമോ ക്യാൻസറാണ്. കീമോ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ക്യാൻസർ. അത് ലങ്സിലോ ലിവറിലോ ആണ് വരിക, പ്രധാനമായിട്ടും അവിടെയാണ് വരിക. അപ്പോൾ അത് ക്യാൻസർ കയറി പോണതല്ല, അത് മരുന്നുണ്ടാകും. അതുകൊണ്ടാണ് 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ വന്ന് ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്നത്. ഈ മരുന്നുകൾ ക്യാൻസർ ഉണ്ടാക്കുന്നു. പക്ഷേ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ചികിത്സ അല്ലാതെ പിന്നെ എന്ത് ചികിത്സ ചെയ്യാൻ പറ്റും? നമ്മുടെ രീതിയിലാണെങ്കിൽ അവർ കംപ്ലീറ്റ് ഒരു റോ ഫുഡിലേക്ക്, വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് വന്നാൽ നമുക്ക് വരുന്ന ക്യാൻസർ പേഷ്യൻസിൽ ഒരു 80% പേരും വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലായിരുന്നു. എല്ലാ മാസവും ഞാനൊരു കേരള യാത്രയാണ്. 24 കൊല്ലം ആകുന്നു. 1-ാം തീയതി കാസർഗോഡ്, 2 കണ്ണൂർ, 3 വയനാട്, 14 തിരുവനന്തപുരത്ത് ചെയ്യുന്നതിൽ ജില്ലകളിലൂടെ. ചില ജില്ലകളിൽ ചില മാസങ്ങളിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി. അപ്പോൾ ഒരു ഉമ്മ ഇന്നലെ കാണാൻ വന്നു. അവർ 3 കൊല്ലമായി ക്യാൻസറിൻ്റെ ചികിത്സ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ ചിട്ടയിലാണ് പോകുന്നത്. ഒരു നേരം വേവിച്ചത് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള ആരോഗ്യത്തോടെയാണ്. കോട്ടയത്ത് കോടിമതയിൽ ജപ്പാൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്, ജപ്പാൻ മോട്ടോഴ്സിൻ്റെ തുളസീധരൻ 2-3 കീമോ എടുത്തു. ഇനി ഞാൻ ചത്തോളാം, എനിക്ക് കീമോ വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്നെ ചങ്ങനാശ്ശേരിയിലാണ് വന്ന് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരും. അങ്ങനെ ഇവിടെ കോഴിക്കോട് ഇവിടെ വന്ന് തുളസീധരൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ബന്ധുക്കളൊക്കെ ചീത്തയാണ്. കാരണം ആ കീമോ എടുത്ത് കണ്ട് ആൾ വന്നിട്ട് അത് നിർത്തിക്കളഞ്ഞ് ഇവിടെ കിടക്കുക. 3 മാസം തുളസീധരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് തുളസീധരൻ പാട്ട് പാടാൻ തുടങ്ങുന്നത്. നമുക്ക് രാത്രി കൂട്ടുണ്ട്, പേഷ്യൻസ് എല്ലാവരും കൂടി കൂടി നിന്നിട്ട് കലാപരിപാടികൾ, പാട്ട്. തിരിച്ചു വന്നിട്ടൊരു ബാൻഡ് ഉണ്ടാക്കി. നല്ലൊരു ഗായക സംഘം ഇപ്പോൾ തുളസീധരനുണ്ട്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കീമോ 3 എടുത്താണല്ലോ, ശരീരം ശക്തി വരുമ്പോൾ അതിനെ തള്ളിക്കളയാൻ എവിടെയെങ്കിലും ഒരു മുഴയായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടത്. ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് തുളസീധരന് ഇവിടെ ഒരു മുഴ വന്നു. ഞാനീ പറഞ്ഞത് തുളസീധരൻ ഓർക്കില്ല, പേടിച്ചു പോയി. വീട്ടുകാരും ബന്ധുക്കളൊക്കെ കൂടെ ചീത്തയാണ്. അമ്മ കീമോ എന്നോട് ചെയ്ത് തീർക്കാതെ നീ മണ്ടത്തരം കാണിച്ച് പ്രകൃതിക്ക് പോയതല്ലേ. നേരെ കോട്ടയത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ നേരത്തെ ചികിത്സിച്ചിരുന്ന ആശുപത്രി തുടക്കം. അപ്പോൾ അവിടെ എറണാകുളത്തു നിന്നുള്ള ക്യാൻസർ സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ദിവസം പോയി ജൂനിയർ ഡോക്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ, 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇവിടെ പേഷ്യൻ്റാണ്, 1 കൊല്ലത്തായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ 1 കൊല്ലമായിട്ട് എന്ത് ചെയ്തു? ഞാനിങ്ങനെ പ്രകൃതിക്ക് പോയി. അപ്പോൾ ഡോക്ടർ എഴുതി വെച്ച് നാച്ചുറോപ്പതിക്ക്. അങ്ങനെ ഈ വളരെ പ്രശസ്തനായ ക്യാൻസർ വിദഗ്ധനെ കയറി കാണുകയാണ്. അങ്ങനെ വായിച്ച്, നിങ്ങൾ പ്രകൃതിക്ക് പോയോ? ചുമ്മാ അല്ല മുഴ അല്ലേ, ഗെറ്റ് ഔട്ട് ആണല്ലേ. ആ ചാട്ടം അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഗെറ്റ് ഔട്ട്. ഇയാൾ പുറത്ത് ചാടിപ്പുറത്തിറങ്ങി പേടിച്ച ആകെ തകർന്നു. എന്താ ചെയ്യുക? ക്യാൻസറിൻ്റെ അവസാന വാക്കാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് അപ്പുറത്ത് കേരളത്തിലൊരു ക്യാൻസർ വാക്കില്ല. അവിടെ ഇരുന്നു, എല്ലാവരും കയറി, വൈകിട്ട് വരെ ഇരുന്ന് എല്ലാവരും കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും കയറി. സാറേ ക്ഷമി, തന്നോടല്ലോട് ഞാൻ ഗെറ്റോട്ട് പറഞ്ഞത്. ഓടിച്ചിട്ടു. പ്രകൃതിക്ക് പോയപ്പോൾ എല്ലാ ചീത്തയും പറഞ്ഞു. നേരെ അവിടെ ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് RCCയിൽ സ്പെഷ്യലായിട്ട് നേരെ അങ്ങോട്ട് പോയി. RCC ചെന്നിട്ട് അവർ പെറ്റ് സ്കാൻ എടുത്തു. അന്ന് RCCയിൽ പെറ്റ് സ്കാനില്ലാന്ന് തോന്നുന്നു. അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ക്യാൻസറിൻ്റെ ഒരു അംശം ഇല്ല. അപ്പോഴാണ് അയാൾ ഓർക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് മഴ വരും. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃതയിൽ പോയിട്ട് പെറ്റ് സ്കാൻ, അന്നേരം പെറ്റ് സ്കാൻ വന്നിട്ടേ ഉള്ളൂ, ചെയ്താൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അമൃത ബുക്ക് ചെയ്ത് പെറ്റ് സ്കാനും കൂടി എടുത്തപ്പോൾ ക്യാൻസറിൻ്റെ ഒരു അംശം പോലും ഇല്ല. തുളസീധരൻ വളരെ സന്തോഷമായിട്ട് തിരിച്ചിവിടെ വന്നു. ഈ മുഴയ്ക്കുള്ള ചികിത്സ കൂടെ നമ്മൾ തന്നെ വീണ്ടും ചെയ്തു. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് കീമോയുടെ അനന്തരഫലമായിട്ട് ഒരു മുഴ വരികയാണ് അല്ലേ? ശരീരം റിജക്ട് ചെയ്യുന്നത്. വിഷം കളയണ്ടേ ശരീരത്തിൽ, അല്ലെങ്കിൽ ആ വിഷം അടുത്ത ക്യാൻസർ ഉണ്ടാക്കും. ഇപ്പോൾ തുളസീധരൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളിൽ കഴിഞ്ഞിട്ടൊരു 10 കൊല്ലം
അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോട്ടയത്ത് ദർശനയിൽ എല്ലാ മാസവും 10-ാം തീയതിയാണ് ക്ലാസ്സും കൺസൾട്ടേഷനും. അപ്പോൾ തുളസീധരൻ വന്ന് കഴിഞ്ഞ മാസം വളരെ വിശദമായിട്ട് അനുഭവങ്ങൾ പറഞ്ഞു. അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. അതേസമയം വളരെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളൊക്കെ കാര്യത്തിലുണ്ടായിരുന്നു. കാരണം ചില രോഗികളായിട്ട് നമ്മുടെ മനസ്സിൽ വളരെ അടുപ്പം വരും. അത് കൃത്യമായിട്ട് ചെയ്തിട്ടും മാറാത്തൊരവസ്ഥയിൽ ചിലർ വരുമ്പോൾ അത് നമുക്ക് വലിയൊരു സങ്കടമാണ്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. വളരെ അപൂർവമായിട്ടേ നമുക്കത് പക്ഷെ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം എരുമേലിയല്ല, ആറന്മുളയ്ക്കടുത്ത് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലിയിൽ ഓമന കുഞ്ഞമ്മയും CK സദാനന്ദനും. സദാനന്ദൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് ബാങ്കിൻ്റെ മാനേജറായിരുന്നു. പിന്നെ റിട്ടയർഡ് ലൈഫിലേക്ക് വന്നു. ഓമന കുഞ്ഞമ്മയ്ക്ക് ആർത്രൈറ്റിസ് പിടിച്ചു. വലിയ ആശുപത്രികളിൽ 6 കൊല്ലം ചികിത്സിച്ചു, ലക്ഷങ്ങൾ ചിലവാക്കി. മോശമായി ആകെ ആർത്രൈറ്റിസിൻ്റെ എല്ലാ കുഴപ്പങ്ങളും വന്നു. വേദന, ഇനി എനിക്ക് ഒരു ചികിത്സയും വേണ്ട, ഞാൻ ചത്തോളാം. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പക്ഷെ നിർബന്ധിച്ച് മകൻ അരുൺ ഫിലിം ഡയറക്ടറൊക്കെയാണ്. ഭർത്താവ് സദാനന്ദൻ കൈകൊണ്ട് എടുത്ത് നമ്മുടെ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തി. 75-ാമത്തെ ദിവസം നടന്ന് സ്റ്റെപ്പ് ഇറങ്ങിയവർ വീട്ടിൽ പോയതാണ്. അതിന് ബൈസ്റ്റാൻഡറായിട്ട് കൂടെ നിന്ന സദാനന്ദന് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ബൈസ്റ്റാൻഡർ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ ബൈസ്റ്റാൻഡർക്ക് നമ്മൾ ഒരു സാധാരണ വെള്ളച്ചോറ് കണ്ടവർക്ക് വെള്ളച്ചോറും പച്ചരി ആവാം നമുക്ക്, പച്ചരി അല്ലെങ്കിൽ തവിളിളയാത്ത അരിയാണ്. ബൈസ്റ്റാൻഡർക്ക് പുട്ട് അപ്പോൾ അങ്ങനെ രാവിലെ തുടങ്ങിയിട്ട് അങ്ങനെയുള്ളൊരു ഭക്ഷണമാണ് നമുക്കുള്ളത്. ആ ഭക്ഷണം കഴിച്ച് ഇയാളുടെ ഷുഗർ താഴ്ന്ന് വാഴ നനഞ്ഞപ്പോൾ ചീരയും കൂടെ രക്ഷപ്പെട്ടു. അയാളുടെ പ്രമേഹം മാറി. 14 കൊല്ലം ഒരു രോഗമില്ലാതെ ഓമന കുഞ്ഞമ്മയും സദാനന്ദൻ മാഷും കേരളത്തിൽ എവിടെ നമ്മുടെ പരിപാടിയുണ്ടോ, ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ്. വെട്ടിക്കോട് ഹോസ്പിറ്റലിൽ ഇവർ എല്ലാ മാസവും 13-ാം തീയതിയാണ് കായംകുളത്ത് വെട്ടിക്കോട് ഹോസ്പിറ്റലിൽ എൻ്റെ സെമിനാർ. അപ്പം ഞാൻ ഇത്തിരി വൈകിയേ ചെല്ലുള്ളൂ. ഓമന കുഞ്ഞമ്മ സദാനന്ദൻ മാഷ് തുടങ്ങും, ഓമന കുഞ്ഞമ്മ അനുഭവമൊക്കെ പറയും. ഈ 23-ാം തീയതി ശിവഗിരി തീർത്ഥാടനമാണല്ലോ. ശിവഗിരി തീർത്ഥാടനത്തിൽ ഒരു ദിവസത്തെ പരിപാടികളുടെ ഉദ്ഘാടനവും പിന്നെ പ്രകൃതി പ്രഭാഷണം എൻ്റേതുണ്ടായിരുന്നു. വലിയൊരു ഭാഗ്യമാണത്. അപ്പോൾ എൻ്റെ പരിപാടിയുള്ളതുകൊണ്ട് ഓമന കുഞ്ഞമ്മയെ സാധാരണ പക്ഷേ കാറോടിച്ച് വന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു. 30-ാം തീയതി ഒരു ചെറിയ നെഞ്ചിനൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമില്ല, എന്നാലും ചൂടുവെള്ളമൊന്ന് കുടിക്കും, നെഞ്ചിന് ചൂട് കൊടുക്കും, തല പൊക്കാൻ ഇട കൊടുക്കരുത്, കിടന്ന കിടപ്പ് കിടക്കണം. അപ്പോൾ ഈ ഒരു സംശയം വന്നുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല. ഒരു എനിമ എടുത്ത് നോക്ക്, എനിമ എടുത്തിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടർ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണുന്ന ഡോക്ടർ പറഞ്ഞാൽ അലോപ്പതി ഡോക്ടർ ഒരാളുണ്ട്, ബന്ധുവാണ്, സുഹൃത്താണ്, വരും, എന്നാൽ വരട്ടെ. അപ്പോൾ ആ ഡോക്ടർ വന്നു, എല്ലാം പരിശോധിച്ചു. BP നോർമൽ, പൾസ് നോർമൽ, ഒരു കുഴപ്പമില്ല, അസിഡിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു തല പൊക്കരുത്. ഒരു 8:30 മണിയായപ്പോൾ ഒരു ശ്വാസം മുട്ടൊരുപോലെ വന്നു, മകൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. നമ്മളൊക്കെ കൊതിക്കുന്നൊരു മരണമാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഇപ്പോൾ നിലവിലുള്ള പ്രവർത്തകർ ധാരാളം പേര് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ 2 കേസാണ് ഈ കാലം അത്രയും ഉള്ളിൽ നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളുടെ ആരെങ്കിലും പെട്ടെന്നൊരു അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, ഒരു അസുഖം, അങ്ങനെയൊന്നും നമ്മളുടെ ഈ വിപുലമായി കേരളത്തിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി പ്രകൃതി ജീവനം പാലിക്കുന്നവരിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയി അല്ലേ? ഒരു പ്രായം കഴിയുമ്പോൾ സ്ട്രോക്ക് വരുന്നത് ഭയങ്കര കോമൺ ആയിട്ടുണ്ട്. ഈ ആസ്പിരിൻ ഗുളിക 40 വയസ്സ് കഴിഞ്ഞാൽ കഴിക്കണം, ഒരു കൽപ്പനയാണ്. ആസ്പിരിൻ ബ്ലഡ് തിന്നറാണ്, രക്തത്തെ നേർപ്പിക്കും. രക്തത്തെ നേർപ്പിക്കാൻ പാടുണ്ടോ? നേർപ്പിക്കാനും പാടില്ല, കട്ടിയാക്കാനും പാടില്ല. അപ്പോൾ രക്തത്തിൻ്റെ ആ ക്വാളിറ്റി pH, HB എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽ ഇട്ട് കൊടുത്ത് ബ്ലഡ് എന്നുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാതെ
ഈ ആസ്പിരിൻ കൊണ്ട് ബ്ലഡ് നേർക്കുമ്പോൾ പാലും വെള്ളമായാൽ ഫ്രൂട്ട് ജ്യൂസിൽ വെള്ളം കുറേ ചേർത്താൽ എങ്ങനെയുണ്ടാവും? തലച്ചോറിലേക്ക് പോഷകങ്ങൾ കിട്ടുമോ? അപ്പോൾ കൂടുതൽ അളവ് രക്തം കിട്ടിയാലാണ് പഴയ പോഷണം ഉണ്ടാവുക. തലച്ചോറിലേക്ക് കൂടുതൽ ബ്ലഡ് കയറ്റാൻ പറ്റുമോ? അപ്പോൾ മറവി രോഗത്തിലേക്ക് നിങ്ങൾ വീഴാൻ. ഇപ്പോൾ ഉമാ തോമസിന് തന്നെ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു ഹാർട്ടിൻ്റെ സ്റ്റെൻഡ് ഇട്ടിരുന്നു. സ്റ്റെൻഡ് ഇട്ടു എന്ന് എഴുതി ബ്ലോക്ക് മാറുമോ? ഹാർട്ടിന് ബൈപ്പാസ് ചെയ്യുമ്പോൾ പോലും ബ്ലോക്ക് മാറ്റുന്നില്ല. ബ്ലോക്കിൻ്റെ കാരണം മാറ്റണമുണ്ടോ? അതിന് പകരം കുറേ കെമിക്കൽ മരുന്നുകൾ ഇട്ട് കൊടുക്കും. ആസ്പിരിനും കൂടി കൊടുത്തു. ആസ്പിരിൻ കഴിക്കുന്നത് കൊണ്ടാണ് ബ്ലഡ് ക്ലോട്ടാകാൻ താമസം വന്നത്. ഈ ബ്ലീഡിങ് കൂടിയത് ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ 2 പേര് ഒരേ ആക്സിഡൻറ്റിൽ ഒരേ പ്രായക്കാരോ ഒരേ പരിക്ക് പറ്റുന്നു. ആസ്പിരിൻ കഴിക്കുന്ന ആൾ ആശുപത്രിയെത്തുന്നതിന് മുമ്പ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റേ ആൾ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ തൽക്കാലം ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അത് തന്നെ ജീവിതകാലം മുഴുവനും അതാണ് രക്ഷയെന്ന് കരുതിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അൺസയൻറ്റിഫിക്കാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനുശേഷം നിങ്ങൾ പ്രകൃതി ജീവനത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീടുള്ള ജീവിതം നിങ്ങൾക്കിപ്പോൾ വേണ്ടി വന്നു, ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു, പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു, കയറി സ്റ്റെൻഡ് ഇട്ടു അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തു. മേലിൽ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ, ദുഷിച്ച ശരീരത്തെ ശുദ്ധമാക്കിയെടുക്കാൻ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഹെർണിയ വളരെ വലുതായി കഴിഞ്ഞാൽ പ്രകൃതിയിൽ അത് തിരിച്ചിടാൻ പറ്റില്ല. ഒറ്റ കൈ പ്രയോഗം തട്ടുക അത് നമ്മൾ പറയും. പക്ഷെ അതിന് മുമ്പ് അതിന് ശേഷവും നിങ്ങൾ പ്രകൃതി ചെയ്യണം. കാരണം ഈ ഓപ്പറേഷനിൽ അനസ്തേഷ്യ കയറണം. ക്യാൻസറസ് ആണ്, സ്ട്രോക്ക് ഉണ്ടാക്കുന്നതാണ്, കാരണം മരവിപ്പിക്കലാണ്. പ്രത്യേകിച്ച് സ്ട്രോക്ക് ഉണ്ടാക്കുന്നവരെയൊക്കെ നോക്കിയാൽ 3-4 പ്രാവശ്യമെങ്കിലും ഡെൻ്റൽ വർക്കിനായിട്ടും മറ്റു സർജറിക്കായിട്ടും ഒക്കെ ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഉണ്ടാകുന്ന സ്ത്രീകൾ ഗർഭനിരോധന ഗുളികകൾ അല്ലെങ്കിൽ അനസ്തെറ്റിക്കൊക്കെ കയറിയിട്ട് 3-4 കയറി കഴിഞ്ഞവർക്കാണ് ഈ കൂടുതൽ പ്രയാസങ്ങൾ വരുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ്, പെയിൻ കില്ലേഴ്സ്, അതുകൊണ്ടാണ് ഒരു സർജറി കഴിഞ്ഞാൽ 2 കൊല്ലത്തിനുള്ളിൽ പ്രമേഹം അതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരാതിരിക്കാൻ പ്രകൃതി ചെയ്ത് ശരീരം ഒന്ന് ശുദ്ധമാക്കുക, മുറിവുകൾ ഉണങ്ങാൻ വളരെ പെട്ടെന്നാണ് പ്രകൃതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ ചെറുപ്പത്തിൽ എൻ്റെ ശരീരം പഴുക്കുന്ന പ്രകൃതിയാണെന്നാണ് ഉമ്മയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ പ്രകൃതിയിലേക്ക് വന്ന് ചിട്ടകൾ ചെയ്തൊരു 3-4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മുറിവും നമുക്ക് പഴുക്കുന്ന പ്രശ്നമില്ല. അവിടെ പ്രകൃതി ചെയ്യുന്ന ആളുകൾ കൂടെ നോക്കിക്കോ, ഏത് മുറിവുണ്ടെങ്കിലും 4 ദിവസം കൊണ്ട് കരിഞ്ഞിരിക്കും. മുറിവ് കൂടുതലാണെങ്കിൽ നമ്മൾ ഉപവസിച്ചൊന്ന് വരും, പഴങ്ങൾ മാത്രം കഴിക്കും. ഇപ്പം നമ്മളധികവും ഈ പച്ചക്കറികൾ, പഴങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് കഴിക്കേണ്ടി വരുന്നത്. പക്ഷേ അതിൽ പോലും ഈ വിഷലിപ്തമായ പച്ചക്കറിയും പഴമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? അതിൽ ഈ പ്രകൃതി ചികിത്സ വെറും ഭക്ഷണം, ആരോഗ്യമുള്ളവർ ഭക്ഷണത്തിലൂടെ മുന്നോട്ട് പോകണം. ഒരു രോഗാവസ്ഥ നിങ്ങൾക്ക് വന്നാൽ സ്പെസിഫിക്കായിട്ട് ചികിത്സകളും കൂടി ആവശ്യമാണ്. അതല്ലാതെ ഭക്ഷണം മാത്രം കഴിക്കുമ്പോൾ ചില ഇംബാലൻസുകൾ വരാൻ സാധ്യത. ഇപ്പോൾ കിഡ്നിയുടെ തകരാറുള്ളവർ പ്രകൃതി ചികിത്സയിൽ പഴവും പച്ചക്കറിയാണ് കഴിക്കുന്നത്. പക്ഷേ സോഡിയം കുറഞ്ഞിരിക്കുന്ന ഒരാൾ പൊട്ടാസ്യം കൂടിയിരിക്കുകയാണെങ്കിൽ ആ പൊട്ടാസ്യം ഉള്ള പഴങ്ങൾ, പച്ചക്കറികൾ കഴിക്കരുതെന്നുള്ള ഒരു ഭാഗമുണ്ട്. സോഡിയം കുറഞ്ഞിരിക്കുന്ന സോഡിയം ഇതെല്ലാം ഇംബാലൻസ് വരുന്നത് സ്ഥിരമായിട്ട് മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് കിഡ്നിയുടെ തകരാറുള്ളവർക്ക് ആദ്യം കാലിൽ നീര് വരും. അപ്പോൾ നീര് പറ്റാനായിട്ട് മരുന്നുകൾ, ഡൈയുററ്റിക് മരുന്നുകളാണ് കൊടുക്കുക. അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നന്നായിട്ട് മൂത്രം പോകുന്നതുകൊണ്ട് നീര് പോകും, പക്ഷെ സോഡിയം കൂടെ പോകും. അങ്ങനെയാണ് സോഡിയത്തിൻ്റെ ഇംബാലൻസ്. BP-യുടെ മരുന്നുകൾ, ഡൈയുററ്റിക്സ് ഉണ്ട്, ആ മരുന്നുകൾ കഴിക്കുന്നവർക്ക് വരുന്നത്. അപ്പോൾ അവിടെ വളരെ ജാഗ്രത പാലിക്കണം. ഒരു ആസ്മാറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ കാല് വയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളുണ്ട്. പക്ഷേ BP കൂടിയ ഒരു രോഗിക്ക് ചൂടുവെള്ളത്തിൽ കാല് വെച്ചിരുത്തിയാൽ BP കൂടി ബോധം കെട്ട് വീഴാനുള്ള സാധ്യത. അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റുകൾ പ്രത്യേകമായിട്ടുള്ളത് വേണ്ടി വരും. ഭക്ഷണത്തിൽ തന്നെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു നിയന്ത്രണം അറിയാനായിട്ട് പരിചയസമ്പന്നരായ പ്രകൃതി ചികിത്സ ആർക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം തന്നെ നിങ്ങൾക്കും ഡോക്ടറാകാം, രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. പക്ഷെ അത് ആദ്യം ഒരു 2 ആഴ്ചയെങ്കിലും നിങ്ങളതൊന്ന് പഠിക്കണം, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു പരിശീലനം എന്ന നിലയ്ക്കാണ് നമ്മളത്. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
നേച്ചർ ലൈഫ് 25 കൊല്ലം സിൽവർ ജൂബിലിയിലേക്ക് അടുത്ത വർഷം ഒരു വർഷം 25ാമത്തെ വർഷമാണ്. ഇത്രയും ഭീഷണികളും എല്ലാത്തിനും നേരിട്ട് നിരന്തരമായ ഭീഷണികൾ, ഈ പറഞ്ഞ മരുന്ന് കമ്പനികളുടെ ആയാലും ഡോക്ടർമാരുടെ ആയാലും ഒക്കെ ഭീഷണി, ജയിൽവാസം, എല്ലാം ആരോഗ്യവകുപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ടും വിജയശ്രീലളിതനായിട്ട് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു. അപ്പോൾ നമ്മൾ പ്രകൃതി ചികിത്സ ശാസ്ത്രവും അനുഭവവും എന്ന വിഷയത്തിൽ വ്യാപകമായി ജനങ്ങളുടെ ഇടയിലൊരു ലേഖന മത്സരവും പ്രസംഗ മത്സരവും നടത്താൻ പോവുക. 1,00,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ലേഖനത്തിനും പ്രസംഗത്തിനും. അത് കുട്ടികളുടെ വിഭാഗത്തിനും കോളേജ് വിഭാഗത്തിനും മുതിർന്നവർക്കും ഒക്കെ വലിയ അവാർഡുകളുണ്ടാകും. ആളുകൾ പഠിക്കണം. ഒരു വർഷം എടുത്ത് പഠിച്ച് എഴുതിയാൽ മതി. നമ്മുടെ വാർഷിക 25ാമത്തെ വർഷം മൊത്തമായിട്ട്. അപ്പോൾ അങ്ങനെ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടെ ഇൻ്റർനാഷണൽ തലത്തിലും കൂടെ ആളുകളെ എങ്ങനെയെങ്കിലും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നോക്കിയാൽ അതൊക്കെ പഠിക്കാവുന്നതാണ്. അനുഭവത്തിന് 2 ആഴ്ച എവിടെയും വരാം. അതെ, എങ്കിലും ഈ പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഈ പുതുതായിട്ടൊരു ഒരു ചികിത്സാ ശാഖയിലേക്ക് പ്രവേശിക്കുമ്പം ഈ സോഡിയം പെട്രോസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു പരിശീലകൻ തീർച്ചയായിട്ടും യോഗ പഠിക്കുമ്പോഴും ഒരു ഗുരുമുഖത്ത് നിന്ന് അത് പഠിക്കുക, 2 ആഴ്ച മാറ്റിവെക്കുക, 2 ആഴ്ച അനുഭവം ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ചികിത്സ എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചില വെറ്റ് പാക്കുകൾ, മഡ് പാക്ക്, തലയിൽ വയ്ക്കുന്ന ഹെഡ് പാക്ക്, ഐ പാക്ക്, കുറച്ച് ദിവസം ഈ കണ്ണ് തന്നെ പ്രത്യേകമായിട്ട് തണുപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ അല്ലെങ്കിൽ പൊട്ടറ്റോ പലതരത്തിലുള്ള പാക്കുകൾ വയ്ക്കാറുണ്ട്. ക്യാരറ്റ് പാക്ക്, പിന്നെ കണ്ണിൽ ഒഴിക്കാനുള്ള കരിക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസ്, അങ്ങനെ നിരവധി തരത്തിലുള്ള ചികിത്സാ രീതികൾ കൂടെ. ഇപ്പം നമ്മൾ മണ്ണ് കൊത്താറുണ്ട്. അയ്യേ, മനുഷ്യരതി മണ്ണ് കൊത്തണ ബാക്ടീരിയ അടുക്കളുണ്ടാവില്ലേ, ഒരു ശാസ്ത്രീയമല്ല എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് വരുന്ന മണ്ണ് കൊത്താണ്. എന്നാൽ ദിവസം കുളി കഴിഞ്ഞിട്ട് പൗഡർ കുടഞ്ഞിടാറുണ്ട്. എന്ത് പൗഡർ? ടാൽക്കം പൗഡർ. എന്താണോ ടാൽക്കം? ചെളി, ക്ലേ, പാറപ്പൊടി. അതിന് കുഴപ്പമില്ല. പ്രകൃതി ചികിത്സയിൽ കാലിന് നീര് അല്ലെങ്കിൽ ഒടിവോ ചതവൊക്കെ ഉണ്ടെങ്കിൽ മണ്ണ് മൊത്തത് അഴുക്കാണ്. എന്നാൽ ഇതിൽ ഇനി മരുന്നെന്ന് പറഞ്ഞ് കഴിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് ക്ലേ കമ്പനിയുണ്ട്. അവർ ഈ ക്ലേ ചെളി എടുത്തിട്ട് മരുന്ന് കമ്പനിക്ക് ഫില്ലർ മെറ്റീരിയലായിട്ട് കൊടുക്കുന്നു. ഈ ഗുളിക എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്ന സാധനം ഈ ക്ലേ അല്ലെങ്കിൽ സ്റ്റാർച്ച്, ചെളി തിന്നാം, ഗുളികയായിട്ട് തിന്നാം, ദേഹത്ത് വരട്ടാൻ പാടില്ല. അത് അശാസ്ത്രീയം. തിന്നുന്നത് ശാസ്ത്രീയം. ഇതുകൂടാതെ ഈ പ്രകൃതി ജീവനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ജേക്കബ് എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു ജേക്കബ് പുസ്തകങ്ങൾ? നമുക്ക് 14ഓളം പുസ്തകങ്ങളുണ്ട്. 12 ഞാൻ എഴുതിയത്, കാരണം എൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ എഴുതിയത്. അത് സുജീവിത പാചകം. ഞാൻ എഴുതിയ പുസ്തകങ്ങളിലൊന്ന് എന്തുകൊണ്ട് നേച്ചർ ലൈഫ്, നമ്മൾ ചെയ്യുന്ന ചികിത്സകളുടെ, പിന്നെ പ്രമേഹത്തിൻ്റെ സ്വയം ചികിത്സ. ആ പുസ്തകം വായിച്ച് തന്നെ അനേകം ആളുകൾ പ്രമേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ, 23ഓളം ആക്സിഡൻറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ. ഇപ്പോൾ എട്ടുകാലി കടിച്ചു, തലയുറ്റൽ, തലകറക്കം, അങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് ഉള്ളൊരു പുസ്തകമുണ്ട്. പിന്നെ രോഗം മാറാൻ മരുന്ന് വേണ്ട, രോഗമില്ലാത്ത ജീവിതം, അതൊക്കെ ധാരാളം ആളുകൾ വാങ്ങി സമ്മാനമായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ആ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അതുകൂടാതെ എൻ്റെ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ മിക്കവാറും ഉണ്ടാകും. പക്ഷേ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരത് കോൺടാക്ട് ചെയ്യാൻ അയച്ച് ഓൺലൈനിൽ നമ്മുടെ നേച്ചർ ലൈഫിൻ്റെ ഓൺലൈൻ നമ്മുടെ വെബ്സൈറ്റ് www.naturelifeinternational.com, അതിൽ ഈ ഓൺലൈൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ചായക്കും കാപ്പിക്കും പകരം ജാപ്പി, സോപ്പിന് പകരം ദേഹകാന്തി, പൽപ്പൊടി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 10-100ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. രാസവളമില്ലാത്ത അല്ലെങ്കിൽ കീടനാശിനി ഇല്ലാത്ത അരി, ശർക്കര തുടങ്ങിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൺലൈനിൽ അത്യാവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളും 9496444503 അതിലേക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. ഇത് ശരിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ മഹാത്മാഗാന്ധി കൊണ്ട് പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെയാണ് ജേക്കബിനെ കാണുമ്പോൾ. ജേക്കബിൻ്റെ കാര്യത്തിൽ ജേക്കബ് ഇത് ഇത്രയും വർഷമായിട്ട് പ്രകൃതി ചികിത്സ കൃത്യമായി കൊണ്ടു നടക്കുന്നു. കണ്ണാടി പോലും വെച്ചിട്ടില്ല. കാഴ്ചയുടെ കാര്യത്തിലാണെങ്കിലൊന്നും ഇപ്പോഴും വളരെ ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
നമുക്കും പിന്തുടരാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതെന്നുള്ളതാണ്. എന്തായാലും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയായാലും എൻ്റെ മദറിലോ രണ്ടുപേരും ജേക്കബിൻ്റെ ചികിത്സയിൽ രോഗമുക്തി പ്രാപിച്ചവരാണെന്നുള്ളത് വലിയ താമസമില്ലാണ്ട് ഒരാളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വയറ്റിലോട്ട് നോക്കണ്ട, നോക്കി വെച്ചിട്ടുണ്ട്. ഞാനും വരും, തീർച്ചയായിട്ടും വരും. ഈ പറഞ്ഞാൽ ഒന്ന് ഓട്ടം ഒന്ന് സ്ലോ ആയി തുടങ്ങി വരും, എന്തായാലും വരും. എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കിടക്കണം തോന്നും, പക്ഷെ പിന്നെ അടുത്ത ഓട്ടത്തിലേക്ക് പോവുകയാണ്. എന്തായാലും വരും, എത്ര കാലം ഓടാൻ പറ്റും അല്ലേ? ഒരു ക്ലെൻസിങ് പ്രത്യേകിച്ച് ഒരു 40 വയസ്സാകുമ്പോഴും നിർബന്ധമായിട്ട് ഒരു സർവീസ്. 10,000 കിലോമീറ്ററിൽ നമ്മുടെ ജിമ്മിയെ സർവീസിന് കൊണ്ടുപോകുമല്ലോ, മണ്ടിക്ക് മാത്രം മതിയോ? പോരാ, ശരിയാണ്, തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജേക്കബിൻ്റെ കൈ ചികിത്സാ കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ദൂരം ഓടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവസാനം പറഞ്ഞ ലേഖന മത്സരം അല്ലേ? അതെ, അതും എല്ലാവരും പറ്റുന്നവരെല്ലാം അതിലും പങ്കെടുക്കുക. അതിൽ നമ്മളുടെ ഒരു നമ്പറിൽ വിളിച്ചാൽ എവിടെയൊക്കെ ഇപ്പോൾ കേന്ദ്രങ്ങളുണ്ടെന്നുള്ള അറിയാനും, ഇപ്പോൾ എൻ്റെ എല്ലാ ജില്ലയിലുള്ള നമ്മളുടെ ഈ പരിപാടികൾ അറിയാനും 9496044503 അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും കൂടി ഒന്ന് കാണുന്നത് നേച്ചർ NATURE LIFE TV നേച്ചർ ലൈഫ് TV എല്ലാ ദിവസവും 6:30 മണിക്ക് നമുക്കൊരു വീഡിയോ അതിലുണ്ട്. അത് കാണുന്നതോട് നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അത് കാണാവുള്ളൂ, ഈ ചാനൽ കണ്ടിട്ട് കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച്. കാണാൻ സന്തോഷം, വളരെ സന്തോഷം. എല്ലാവർക്കും നല്ലൊരു വർഷം, ആരോഗ്യത്തിൻ്റെ വർഷം ആശംസിക്കുന്നു.